ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് നിന്ന് നമുക്ക് ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെ ഗൈഡൻസുകളാണ് തരുന്നത്? നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? നമ്മൾ എന്തെല്ലാമാണെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള വെയിറ്റിംഗ്. നമുക്കൊന്ന് ഇന്നത്തെ ഗൈഡൻസ് ഒന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓൾ ഓവർ എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങളിന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ദിവസമായിട്ടാണെന്ന് പറയുന്നത്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. നിങ്ങൾ പൈസ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നുകിൽ ആർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കച്ചവടത്തിൽ കൂടിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ആർക്കെങ്കിലും കടം കൊടുത്തതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ളതോ ആയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. പൈസ വരും എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്ന് അതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ശരിക്കും ഇന്ന് നിങ്ങൾക്ക് സമ്പന്നതയുടെ ഒരു ദിവസമാണ്. അതായത് സമൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എൻ്റെ പൈസ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കാലിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അതായത് നിങ്ങൾക്കൊരു സ്വയം ഒരു പര്യാപ്തത, മറ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അതാണ് നമ്മൾ ഫിനാൻഷ്യലി നിങ്ങളിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വളരെയധികം പൈസ കിട്ടി നിങ്ങൾക്കിന്ന് ഒരു സന്തോഷിക്കാൻ പറ്റുന്നൊരു ദിവസം. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് ആണെന്ന് നമുക്ക് മൊത്തത്തിലുള്ളത് യൂണിവേഴ്സ് തന്നേക്കുന്നത്. അടുത്ത നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഏസ് ഓഫ് വാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തോ ഒരു പുതിയൊരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ പുതിയൊരു കച്ചവടം, അല്ലെങ്കിൽ പുതിയൊരു ആണെങ്കിൽ ഓഫീസ് വർക്ക്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് ശരിക്കും ചെയ്യാനായിട്ട് പറ്റുന്നൊരു ദിവസമാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിച്ചേക്കുന്നത് അതൊന്ന് ചെയ്യാൻ പോകാനായിട്ട് ഇന്നൊരു പ്രശ്നവുമില്ല. നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാണ് നമുക്കിന്ന് ഏസ് ഓഫ് വാണ്ട് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പവറോടുകൂടി നല്ല ഒരു വിൽ പവർ ഉള്ള ദിവസമാണ്. പുതിയൊരു തുടക്കമായിരിക്കും. അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പുതുതായിട്ട് വിത്തിറക്കാനായിട്ട്, അല്ലെങ്കിൽ പാടത്ത് കൃഷി ചെയ്യാനായിട്ട് ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും. പുതിയ എന്ത് ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്നു അവർക്കിന്ന് നല്ലൊരു ദിവസമായിരിക്കും. പുതിയൊരു തുടക്കമായിരിക്കും. അത് നിങ്ങൾക്ക് നല്ല വിൽ പവറോടുകൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഏസ് ഓഫ് വാണ്ട് പറയുന്നത്. അടുത്ത നമുക്ക് കിട്ടുന്ന പേജ് ഓഫ് സോഡാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു പക്ഷേ അത് പൈസ ആയിരിക്കാം. ആ പൈസയ്ക്ക് വേണ്ടി തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പുറകിൽ നിന്നും എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാനുണ്ട്, എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിനെ മാത്രം നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ മുന്നോട്ട് പോകാത്തത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ കൊണ്ടുവരുന്നുണ്ട്. അത് ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള അറിവുണ്ട്, നോളജും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ മെൻ്റൽ എനർജി, നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള ഒരു എനർജി, ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം ഈ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് ഇല്ലാത്തത് എന്ന് പറയുന്നത് ഒരുപക്ഷെ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ റെസ്റ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട്. പക്ഷേ പൈസയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നാണ് പേജ് ഓഫ് സോഡ് കാണിച്ചു തരുന്നത്. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നതും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ആണെങ്കിൽ വളരെയധികം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പൈസ കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ നിങ്ങളിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരൻ്റ് ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ഒരാളായിരിക്കാം. ഹൗസ് വൈഫ് ആയിരിക്കാം, ആണെങ്കിൽ ജോലി ചെയ്യുന്ന രക്ഷിതാവായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട്
കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. വീട്ടിലെ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പൈസ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പൈസ എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരോ ഒരാൾ വരുന്നുണ്ട്, പൈസയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട്. പൈസ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് പതുക്കെ വരുന്നുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പൈസ കിട്ടും. ആ പൈസയ്ക്ക് വേണ്ടിയുള്ളൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു മെസ്സേജോ ഒരു വിളിയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നാളെ ഇന്ന് വിജയിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് ഏത് കാര്യമാണോ അതിന്ന് നടക്കും. ഇന്ന് അതിനൊരു വിജയം ഉണ്ടാകും കേട്ടോ. ആ ഒരു വിജയമാണ് ഇന്നത്തെ നമുക്ക് പിന്നെ 6 ഓഫ് വാണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ആ ഒരു പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ടൊക്കെ നിങ്ങൾ കാത്തു നിൽക്കുന്നവരാണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. സെൽഫ് കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. നല്ല വിൽ പവർ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിജയത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അംഗീകരിക്കും നിങ്ങളെ. അതായത് ഒരു ലീഡറായിട്ട് തന്നെ, ഒരു നേതാവായിട്ട് തന്നെ നിങ്ങളെ പൊതുജനം അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്കത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് പൈസ വരുന്ന ദിവസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ അലയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു പുതിയൊരു തുടക്കത്തിലേക്ക് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റിൽ നിന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്കിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നാണ് ഈസ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞു തരുന്നത്. ഫിനാൻഷ്യലി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അബണ്ടൻസ് ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും എന്നൊക്കെയാണെന്ന് ഈ കാർഡ് കാണിച്ചു തരുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ സ്റ്റക്കായിട്ട് പൈസയിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ല. പൈസ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. നിങ്ങളുടെ കയ്യിലാണ് പൈസയുടെ കൺട്രോൾ. നിങ്ങൾക്ക് ആ പൈസ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ചിലവാക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കാരണം നിങ്ങൾ ആ പൈസയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. എനിക്ക് ചുറ്റിലുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ, ആരുടെയും പ്രശ്നങ്ങൾ അറിയണ്ട, എനിക്ക് പൈസ എനിക്ക് പൈസ വേണം, എൻ്റെ പൈസ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എൻ്റെ പൈസയെ ഞാൻ വിട്ടുകളയത്തില്ല എന്നുള്ള ഒരു ബാലൻസിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നത്. നിങ്ങൾ പൈസ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടുന്ന പൈസയല്ല, നിങ്ങൾ നാളേക്കായിട്ട് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി വളരെയധികം കൺട്രോളുണ്ട്. പൈസ എങ്ങനെ ചിലവാക്കണം, എങ്ങനെ ചിലവാക്കണ്ട, ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ നല്ല ഒരു തീരുമാനമുള്ള ഒരു വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന മൊത്തത്തിലുള്ള എനർജി എന്ന് പറയുന്നത് പെൻറ്റക്കിൾസ് ആണ്, പൈസയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് പൈസ ആരൊക്കെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വിത്ത് വിതയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പൈസയ്ക്ക് ആവശ്യമുള്ളവരുണ്ട്. പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാനേ, കച്ചവടം ചെയ്യാനേ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനേ, അല്ലെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യാനേ, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ ചെയ്യാനേ ഒക്കെ ഇപ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ ഇന്ന് ഫുള്ളും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. പൈസ വരും എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്ന്, അല്ലെങ്കിൽ പൈസ കിട്ടുമെന്ന രീതിയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പൈസ കാത്തിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിന്ന് സ്വയം ഒരു പര്യാപ്തത നേടണം, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, എൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എൻ്റെ പൈസ കൊണ്ട് എനിക്കിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് സമൃദ്ധിയുടെ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ നല്ലൊരു ഗൈഡൻസാണ് അത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പൈസയെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് പൈസ കിട്ടാനും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ തുടങ്ങാനുമുള്ളൊരു ദിവസമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ സെലിബ്രേഷൻസ് അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ 28 പിന്നെയാണെങ്കിൽ പേരിടയിൽ ചടങ്ങ്, ഇതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാം കൈകളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നു ഇന്നത്തെ ഗൈഡൻസ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അതിനോടൊപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നടക്കട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച്.